ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഒരു സൺഡേ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് ക്ലീനിങ് ഡേ ആയിരുന്നു. കാരണം ഇന്ന് പ്രത്യേക ഒഴിഞ്ഞ് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തായാലും വീടൊക്കെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യണം. കാരണം ക്ലീൻ ചെയ്തിട്ട് ആകെ പൊടി പിടിക്കുന്നു. ഒന്ന് പൊടി തട്ടി എടുക്കണമല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചവരെ അന്നത്തെ ഡെയിലി ചെയ്യേണ്ട പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് ഏകദേശം ഒരു 3 മണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ക്ലീനിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ വീട് എല്ലാം ഫുള്ള് എവിടെയും വിട്ടിട്ടില്ല, ഫുള്ള് ക്ലീൻ ചെയ്യായിരുന്നു. കാരണം അങ്ങനെ ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്യണമെന്ന് അമ്മ രാവിലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ആരും മുങ്ങണ്ട, ഇന്ന് എന്തായാലും ക്ലീൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫസ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ക്ലീൻ ചെയ്യണമല്ലോ എന്ന് വെച്ച് ഞങ്ങളൊന്ന് ഫുൾ ക്ലീനിങ്ങിന് ഇറങ്ങി തിരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അലങ്കോലമായിരുന്നു. തട്ടൊക്കെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ മാറാലയും ഒക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളും ഫുള്ള് തട്ടും കാര്യങ്ങളും വീട് മൊത്തം ക്ലീൻ ചെയ്തു വന്ന് എല്ലാം ക്ലീൻ ചെയ്ത് പൊടി തട്ടിയെടുത്ത് എല്ലാം ഫുൾ ക്ലീൻ ചെയ്തിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് അതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സാധനങ്ങൾ ഒരു സാധനം എടുത്താൽ അത് എടുത്തോടത്ത് കൊണ്ടുവയ്ക്കുന്ന സ്വഭാവം എനിക്കില്ല. പക്ഷെ അമ്മ നേരെ തിരിച്ചാട്ടോ. അമ്മ കറക്റ്റ് അമ്മ എല്ലാം ഓരോ ഓർഡറിലാണ് വെച്ചിട്ടുണ്ടാവുക. അമ്മയുടെ സാധനങ്ങളൊക്കെ അത് ഓരോരുത്തരും എടുത്താൽ അത് അതേപോലെ ആ സ്ഥാനത്ത് തന്നെ കൊണ്ടുവയ്ക്കും. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. കിട്ടുന്നിടത്ത് നിന്ന് എടുത്തും അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരും. പിന്നെ അത് തിരിച്ചു വെക്കുന്ന പരിപാടി എനിക്കില്ല. അപ്പോൾ എൻ്റെ തട്ടും കാര്യങ്ങളൊക്കെ എപ്പോഴും അലങ്കോലം. ആ പേരും പറഞ്ഞിട്ടാണ് ഞാനും അമ്മയാണ് എടുക്കാറ്. കാരണം അമ്മ ഇതിന് ഡെയിലി എനിക്ക് ചീത്തയാക്കാറ് ഇതിനാണ്. ആകെ അലങ്കോലാക്കിയിടാം. അതൊന്ന് നേരാക്കി വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ എന്തെങ്കിലും പറഞ്ഞ് മെല്ലെ മുങ്ങും. പിന്നെ അത് ആ വഴിക്ക് അവിടെ കിടക്കും. അതങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്ന് ഇത് ക്ലീൻ ചെയ്യാതെ ഇനി എവിടേക്കും പോകണില്ല, വേറൊരു പരിപാടിയില്ല, ഇത് ക്ലീൻ ചെയ്തിട്ട് മതി ബാക്കിയുള്ള പരിപാടികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും അമ്മ എന്തായാലും പറഞ്ഞതല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തു. ഫുള്ള് എൻ്റെ തട്ടും കാര്യങ്ങളും പിന്നെ ബുക്സും കാര്യങ്ങളൊക്കെ വെച്ച ഷെൽഫും എല്ലാം അലങ്കോലമായി കിടക്കുമായിരുന്നു. ബുക്കൊക്കെ ആകെ തകിട്ടം മറിഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ ഫുള്ള് ക്ലീൻ ചെയ്തു. എന്തായാലും ക്ലീൻ ചെയ്യാനാർക്കും തിരിച്ചല്ല. അപ്പോൾ എല്ലാം ഒന്നും വിടണ്ടെന്ന് വെച്ചിട്ട് എല്ലാം ക്ലീൻ ചെയ്തു. ഫുൾ ക്ലീനിങ് ഏകദേശമൊക്കെ വീടൊക്കെ ഏകദേശമൊക്കെ ചെയ്തത് അമ്മേൻ്റെ ആയിരുന്നു. പിന്നെ ഞങ്ങളുടെ ഷെൽഫും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തത് ഞാനും കുട്ടിയൊക്കെ തന്നെയാണ്. പിന്നെ അപ്പോൾ അച്ഛൻ കുറച്ച് നേരം അവിടെ കിടന്നുറങ്ങുമായിരുന്നു. കാരണം 2 ദിവസത്തെ ഉറക്കം ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തലവേദനിച്ചിട്ട് നിൽക്കാൻ വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം പോയി കിടന്നുറങ്ങി. അതിനുശേഷം ക്ലീനിങ് ഏകദേശം കഴിയാറെ അച്ഛൻ എണീറ്റ് വന്നത്. പിന്നെ ഞങ്ങൾ വിളിക്കാൻ നിന്നില്ല, ഒന്നാമതേ വയ്യായിരുന്നു. അപ്പോൾ അവിടെ കിടന്നുറങ്ങുമായിരുന്നു അച്ഛൻ. അപ്പോൾ ഞാനും കുട്ടും അമ്മയും കൂടെയാണ് ഇന്ന് വീടൊക്കെ ക്ലീൻ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഒരു ഹാഫ് ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നു. പിന്നെ ഞങ്ങൾ 4 പേരും കൂടെയാണ് ക്ലീൻ ചെയ്തത്. എല്ലാം അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുള്ള് വീടൊക്കെ വെട്ടിത്തിളങ്ങാൻ വന്ന് ഞങ്ങൾ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, ഇന്ന് നമ്മുടെ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുരുമുളകിൻ്റെ ആ ഒരു സീസണാണ്. കുരുമുളക് വിളവെടുക്കുന്ന ആ ഒരു ടൈമാണ്, നല്ല ടൈമാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ഉണ്ട് കുരുമുളക്, അതായത് ചുറ്റും കുറച്ച് അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നന്നായിട്ട് ആയിട്ടുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒഴിഞ്ഞിട്ടിയ സമയമാണ്. അപ്പോൾ അച്ഛനൊക്കെ ഉള്ളപ്പോഴേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് അച്ഛനും കുട്ടും കൂടെയാണ് കയറിയിട്ട് എല്ലാം കുരുമുളകും എല്ലാം അറുത്തത്. അതിനുശേഷം അതെല്ലാം കൊണ്ടുപോയി റെഡിയാക്കി വെച്ചത് ഞാനാണ്. പിന്നെ ആ സമയത്ത് അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെടികളൊക്കെ ഒന്ന് ശുശ്രൂഷിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ കിട്ടുന്ന ടൈം ആയിരുന്നു ഇന്ന്. അതായത് ഒഴിവ് ദിവസമല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴാണ് ചെടികളൊക്കെ ഒന്ന് നോക്കാൻ പറ്റുന്നത്. അപ്പോൾ അമ്മ ആ വഴിക്കായിരുന്നു. പിന്നെ ആ ഒരു ഇതിൻ്റെ ഇടയ്ക്കാണ് കുട്ടു പോയിട്ട് കുറച്ച് മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് വന്നത്. അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് മാങ്ങയുടെ
പൊടിപൂരായിരിക്കും. കാരണം മാങ്ങയുടെ സീസണാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ പാകമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ കിട്ടിയ മാങ്ങ പെറുക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ ഒന്നും നോക്കണ്ട, വേഗം മുറിച്ച് ഉപ്പും മുളക് ഇട്ട് കൊണ്ടുപോകാം, നമുക്ക് അടിച്ച് മിന്നാന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിലോ ഉപ്പും മുളക് ഒക്കെ ഇട്ട് മാങ്ങ കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടമാണ്. ഞങ്ങൾക്കും അങ്ങനെ തന്നെ കേട്ടോ. അതെല്ലാം റെഡിയാക്കി ഞങ്ങൾക്ക് കൊണ്ടുവച്ചാൽ പാത്രം കാലിയാവണതേ കാണുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇതൊക്കെ. നമ്മുടെ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നൊസ്റ്റാൾജിക് സംഭവമാണ് ഇതൊക്കെ അല്ലേ. അപ്പോൾ ഗൈസ് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു സീസൺ, ഇപ്രാവശ്യത്തെ സീസണിലെ കുരുമുളകിൻ്റെ ആ ഒരു ദെൻ ഇപ്രാവശ്യം അപ്പോൾ അത്യാവശ്യം നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.